Hello everyone, welcome to Epic Learning and this is a GK class of a PSC. ഇപ്പോൾ നിങ്ങൾ PSC എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരായിരിക്കും. അപ്പോൾ അതിൽ ജനറൽ നോളജിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ റിനൈസൻസ് ലീഡേഴ്സും കേരള ഹിസ്റ്ററി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ചോദിക്കാറുണ്ട്, ആൻഡ് കറന്റ് അഫയേഴ്സ്, അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് PSC എക്സാമിന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഹിയർ in this video I'm going to discuss the important Kerala Renaissance leader ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ടുള്ളത് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ഞാൻ പറയുന്നത്. ഫസ്റ്റ് വൺ, ചട്ടമ്പി സ്വാമി വാസ് ബോൺ. അദ്ദേഹം ജനിച്ചത് 1853 August 25. August 25, 1853. In this year, Chattambi Swami was born. And also he was born in which place? The place where Chattambi Swami was born is what? Kollur. Okay, കണ്ണമ്മൂലയിലാണ് അദ്ദേഹം ജനിച്ചത്. കൊല്ലൂരാണ് കേട്ടോ, കണ്ണമ്മൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. 1853 ഒരുപാട് ആൻഷ്യന്റ് ആയിട്ട് ഒരുപാട് മുൻപുള്ള ഒരു കേരള നവോത്ഥാന നായകൻ കൂടിയാണ് ചട്ടമ്പി സ്വാമികൾ. And next one is the house name. And what is the house name of Chattambi Swamigal? The house name of Chattambi Swamigal is ഉള്ളോർക്കോട് വീട്. Okay, ഉള്ളോർക്കോട് വീട് എന്നാണ് അദ്ദേഹത്തിന്റെ വീട്ടുപേരായിട്ട് വരുന്നത്, ഹൗസ് നെയിം വരുന്നത്. And Chattambi Swami's father's name, okay, Vasudeva Sharma. Okay, Vasudeva Sharma is the father of Chattambi Swamigal, and Nangamma, okay, Nangamma is the mother of Chattambi Swamigal. Okay, father Vasudeva Sharma and mother is Nangamma. And what is the childhood name of Chattambi Swamigal? Okay, childhood name of Chattambi Swami, that was Ayyappan. Okay, Ayyappan is the child name of Kuttikala Nama. Child name of Chattambi Swami is Ayyappan. And what's the real name or pet name of Chattambi Swami? Okay, അദ്ദേഹത്തിന്റെ പെറ്റ് നെയിം വിളിപ്പേരെന്ന് പറയും കുഞ്ഞൻ പിള്ള ഓർ കുഞ്ഞൻ. ഓക്കെ, കുഞ്ഞൻ പിള്ള ഓർ കുഞ്ഞൻ ഇസ് ദ പെറ്റ് നെയിം എന്ന് പറയും, റിയൽ നെയിം എന്നും പറയുന്നുണ്ട്. ഓക്കെ, അയ്യപ്പൻ ഇസ് ദ ചൈൽഡ്ഹുഡ് നെയിം ആൻഡ് റിയൽ നെയിം ഓർ ദ പെറ്റ് നെയിം ഓഫ് ചട്ടമ്പി സ്വാമി കുഞ്ഞൻ പിള്ള ഓർ കുഞ്ഞൻ എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് ഫസ്റ്റ് ഗുരു ഓഫ് ചട്ടമ്പി സ്വാമി, ഹു വാസ് ദ ഫസ്റ്റ് ഗുരു ഓഫ് ചട്ടമ്പി സ്വാമികൾ? പേട്ടയിൽ രാമൻ പിള്ള ആശാൻ. ഓക്കെ, പേട്ടയിൽ രാമൻ പിള്ള ആശാൻ ഇസ് ദ വാസ് ദ ഫസ്റ്റ് ഗുരു ഓഫ് ചട്ടമ്പി സ്വാമികൾ. പേട്ടയിൽ രാമൻ പിള്ള ആശാൻ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗുരു ഉണ്ട്, ദ ഗുരു ഓഫ് ചട്ടമ്പി സ്വാമികൾ എന്നറിയപ്പെടുന്നതിന് തൈക്കാട് അയ്യ. അപ്പൊ ഫസ്റ്റ് ഗുരു ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, പക്ഷെ ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഗുരു എന്ന് പറയുന്നത് തൈക്കാട് അയ്യ. ഓക്കെ, തൈക്കാട് അയ്യ വാസ് ദ ഗുരു ഓഫ് ചട്ടമ്പി സ്വാമികൾ. ആൻഡ് ചട്ടമ്പി സ്വാമി ലേൺഡ് ഹഠയോഗ വിദ്യ. ഹഠയോഗ വിദ്യ അദ്ദേഹം പഠിച്ചത് തൈക്കാട് അയ്യ എന്ന ഗുരുവിൽ നിന്നുമാണ്. ഓക്കെ, ഹഠയോഗ ഹി ലേൺഡ് ഫ്രം തൈക്കാട് അയ്യ. ആൻഡ് ചട്ടമ്പി സ്വാമികൾ ഗോട്ട് എൻലൈറ്റ്മെന്റ്. അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു ബോധോദയം എൻലൈറ്റ്മെന്റ് ലഭിക്കുന്നത് വടവീശ്വരം, തമിഴ്നാടുള്ള വടവീശ്വരത്ത് നിന്നാണ്. ഈ ഗോട്ട് എൻലൈറ്റൻമെന്റ്. ചട്ടമ്പി സ്വാമികൾ അറ്റൈൻഡ് എൻലൈറ്റ്മെന്റ് ഫ്രം വെർ? വടവീശ്വരം, തമിഴ്നാട്. ആൻഡ് സർവ വിദ്യാധിരാജൻ. Okay, ചട്ടമ്പി സ്വാമികൾ also known as സർവ വിദ്യാധിരാജൻ. സർവ വിദ്യാധിരാജൻ, the name also assigned to ചട്ടമ്പി സ്വാമികൾ. And ഷൺമുഖദാസൻ, who is known as ഷൺമുഖദാസൻ. ചട്ടമ്പി സ്വാമികളുടെ മറ്റൊരു പേരാണ് ഷൺമുഖദാസൻ. ആക്ച്വലി ഹു ഗേവ് ദ നെയിം ഷൺമുഖദാസൻ ടു ചട്ടമ്പി സ്വാമികൾ? ആരാണ് ഈ നെയിം കൊടുത്തത്? തൈക്കാട് അയ്യ. അദ്ദേഹത്തിന്റെ ഗുരുവായി തൈക്കാട് അയ്യ ഗിവൺ ദ നെയിം ഷൺമുഖദാസൻ ടു ചട്ടമ്പി സ്വാമികൾ. ആൻഡ് ദ ഇയർ വിച്ച് ചട്ടമ്പി സ്വാമികൾ വിസിറ്റ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനെ ചട്ടമ്പി സ്വാമികൾ വിസിറ്റ് ചെയ്ത വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1882. 1882 ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ വിസിറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ പ്ലേസ് വർ ചട്ടമ്പി സ്വാമികൾ മെറ്റ് ശ്രീനാരായണ ഗുരുവിനെ മീറ്റ് ചെയ്ത പ്ലേസ് ആണ് അനിയൂർ ടെമ്പിൾ. ഓക്കെ, അനിയൂർ ടെമ്പിൾ ആണ് അദ്ദേഹം മീറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ബുക്ക് റിട്ടൺ ബൈ ശ്രീനാരായണ ഗുരു ഇൻ ദ റെസ്പെക്ട് ഓഫ് ചട്ടമ്പി സ്വാമികൾ. അപ്പൊ ചട്ടമ്പി സ്വാമികളെ ബഹുമാനിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു എഴുതിയ ബുക്കാണ് നവമഞ്ജരി. Navamajari is the book written by Srinarayana Guru in respect of Chattambi Swamigal. And which is the year, and in which year Chattambi Swamigal visited Swami Vivekananda? ശ്രീനാരായണ ഗുരുവിനെ പറഞ്ഞു സ്വാമി വിവേകാനന്ദനെ വിസിറ്റ് ചെയ്യുന്നത് എറണാകുളത്ത് വെച്ചിട്ടാണ്. 1893 1893 he visited സ്വാമി വിവേകാനന്ദൻ. അപ്പൊ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നുണ്ട്. സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞ ആ ഡയലോഗ് വളരെ ഫേമസ് ആണ്. I met a real man in Malabar. I met
റിയൽ മാൻ ഇൻ മലബാർ. ഓക്കെ, മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദ പറയാനും വിവേകാനന്ദ കേരളം ഒരു ഭ്രാന്താലയമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ജാതി വ്യവസ്ഥയിലൊക്കെ മുങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് വിവേകാനന്ദ പറഞ്ഞതാണ് ഐ മെറ്റ് എ റിയൽ മാൻ ഇൻ മലബാർ. ഇനി ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട ബുക്സുകൾ എന്ന് പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്സ് ആണ്. അദ്വൈത ചിന്താ പദ്ധതി. ഏതാണ്? അദ്വൈത ചിന്താ പദ്ധതി. ആൻഡ് ആദിഭാഷ. ആദിഭാഷ. ക്രിസ്തുമത ചേതനം. ക്രിസ്തുമത ചേതനം. പ്രാചീന മലയാളം. പ്രാചീന മലയാളം. മോക്ഷപ്രദീപ ഖണ്ഡനം. മോക്ഷപ്രദീപ ഖണ്ഡനം. ആൻഡ് വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം. സർവമത സമരസ്യം. സർവമത സമരസ്യം. ക്രിസ്തുമത സാരം. ക്രിസ്തുമത സാരം. ആൻഡ് ശ്രീചക്ര പൂജാകൽപ്പം. ശ്രീചക്ര പൂജാകൽപ്പം. ആൻഡ് തമിഴകം. Tamilagam. These are the famous work of Chattambi Swamigal, and the work of Chattambi Swamigal which criticized Alathur Shivayogi's Moksha Pradipam. അപ്പൊ ആലത്തൂർ ശിവയുടെ മോക്ഷ പ്രദീപത്തെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ചട്ടമ്പി സ്വാമികളുടെ ബുക്കാണ് മോക്ഷ പ്രദീപ ഖണ്ഡനം. മോക്ഷ പ്രദീപ ഖണ്ഡനം എന്ന് പറയുന്നത്. ഇനി the year which Chattambi Swamigal attended Mahasamadhi 1924 മഹാസമാധി 5th May ആൻഡ് സെയിന്റ് വിത്തൗട്ട് സാഫ്രോൺ എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ആര്? ചട്ടമ്പി സ്വാമി. സെയിന്റ് വിത്തൗട്ട് സാഫ്രോൺ അല്ലെ, കാവ്യൊന്നും ഇല്ലാത്ത സന്യാസി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഹു ഈസ് നോൺ ആസ് ദ ഗ്രേറ്റസ്റ്റ് സ്കോളർ സെയിന്റ് ഓഫ് കേരള. ഗ്രേറ്റസ്റ്റ് സ്കോളർ സെയിന്റ് അല്ലെ, സന്യാസി എന്നറിയപ്പെടുന്നത് ഗ്രേറ്റസ്റ്റ് സ്കോളർ സെയിന്റ് എന്നറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികളാണ്. ആൻഡ് പന്മലയിലാണ് അദ്ദേഹം മഹാസമാധി, അദ്ദേഹം മരണപ്പെടുന്നത് 1924 ദ പ്ലേസ് വർ ചട്ടമ്പി സ്വാമികൾ അറ്റ് മഹാസമാധി പന്മന, കൊല്ലം. പന്മല, കൊല്ലം. അദ്ദേഹം ജനിച്ചത് കണ്ടമൂലയാണ്, അദ്ദേഹം മരിക്കുന്നത് പന്മന, കൊല്ലം പന്മലയിലാണ്. ആൻഡ് ദ ടെമ്പിൾ ബിൽഡ് ബൈ ചട്ടമ്പി സ്വാമീസ് ഡിസൈപ്പിൾ അറ്റ് ഹിസ് റെസ്റ്റിംഗ് പ്ലേസ്. അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് അദ്ദേഹത്തിന്റെ റെസ്റ്റിംഗ് പ്ലേസ് ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ടെമ്പിൾ ഉണ്ട്. അതിന്റെ പേരാണ് ബാലഭട്ടാഗര ടെമ്പിൾ. ബാലഭട്ടാഗര ടെമ്പിൾ എന്ന് അറിയപ്പെടുന്നു. ആൻഡ് ചട്ടമ്പി സ്വാമികൾ ഇസ് ഓൾസോ നോൺ ആസ് സർവ്വവിദ്യാധിരാജ. അതുപോലെ ബാലഭട്ടാഗര എന്ന പേരിലും അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ആ ടെമ്പിളും അദ്ദേഹത്തിന്റെ ബാലഭട്ടാഗര എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ആൻഡ് ഇയർ വിച്ച് ദ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പബ്ലിഷ്ഡ്. ഇപ്പൊ ചട്ടമ്പി സ്വാമിയുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിന്റെ സ്റ്റാമ്പിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നത് ഇയർ which year Indian postal department published a stamp of ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ പോസ്റ്റ് പബ്ലിഷ് ചെയ്തത് 2014 ഏപ്രിൽ 13 കേട്ടോ. ഏപ്രിൽ 30 2014 അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എക്സാമിന് മെയിൻ ആയിട്ട് ചോദിക്കാറുള്ളത്. അദ്ദേഹത്തിന്റെ ഒരുപാട് പേരുകൾ നമ്മൾ പറഞ്ഞു. സർവ്വവിദ്യാധിരാജ, ഷൺമുഖദാസ് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഗുരു തൈക്കാട് അയ്യാന്നും, ഹഠയോഗ വിദ്യ അദ്ദേഹം പഠിച്ചത് തൈക്കാട് വിദ്യ നിന്നും. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം സ്വാമി വിവേകാനന്ദ മീറ്റ് ചെയ്ത കാര്യം, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിനെ അദ്ദേഹം മീറ്റ് ചെയ്യുന്ന കാര്യം ഒക്കെ പറഞ്ഞു. ഓക്കെ, ദിസ് ആർ സം അബൌട്ട് ദ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് റിഗാർഡിംഗ് ചട്ടമ്പി സ്വാമികൾ. താങ്ക് യു.